എവിടെ പോവാ? എന്തിന് എന്തിനു പോവാ? അംഗനവാടി അംഗനവാടി എന്തിനു പോവാ? പിന്നെ എന്തിനാ പോകുന്നത്? ഹലോ ഗൈസ്, രാവിലെ തന്നെ അംഗനവാടി പോകാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരാൾ ഒരുങ്ങി നിൽപ്പുണ്ട്. അംഗനവാടി പോകുന്നത് ഞാൻ ചോദിച്ചപ്പോഴേ പറഞ്ഞത് കേട്ടല്ലോ, പഠിക്കാനല്ലെന്ന്. പിന്നെ എന്തിനാന്ന് ആൾക്കും അറിയത്തില്ല. പക്ഷേ ആൾ ഹാപ്പി ആയിട്ട് ഓട്ടോയിലൊക്കെ കയറി അംഗനവാടിയിലോട്ട് പോകുന്ന വഴിക്ക് ഓട്ടോച്ചേട്ടൻ ഒരു മിഠായിയൊക്കെ കൊടുത്ത് അതൊക്കെ വാങ്ങി ടാറ്റയൊക്കെ കൊടുത്ത് ആളെങ്കിൽ പോകുന്നു. കല്ലും മുള്ളും ഒക്കെ താണ്ടിയാണ് ആൾ അംഗനവാടിയിലോട്ട് പോകുന്നത്. വളരെ ഹാപ്പി ആയിട്ടാണ് പോകുന്നത്. ആൾക്ക് അങ്ങോട്ട് പോകുന്നതിന് ഭയങ്കര ഇഷ്ടമാണ്. എന്നും അമ്മയാണ് കൊണ്ടുവിടുന്നത്, ഇന്ന് ഞാനാണ് വന്നത്. അമ്മ മീൻസ് ആൻറ്റിയാണ് എന്നും കൊണ്ടുവിടുന്നത്. അപ്പോൾ ഇന്ന് ആൾ അംഗനവാടിയിലോട്ട് കയറണോ വേണ്ടയോ എന്ന് പടിവാതിക്ക് വന്നപ്പോഴത്തേനും ആലോചിക്കാം. പക്ഷേ ട്വിസ്റ്റ് ഉണ്ട്. ആൾ അംഗനവാടിയിലോട്ട് ഹാപ്പിയായിട്ട് കയറി ചെരുപ്പൊക്കെ ഊരി ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ആളുടെ വിചാരം എന്താ വെച്ചാൽ ഞാനും അംഗനവാടിയിലോട്ട് വരുന്നുണ്ട്, അവിടെ ഇരിക്കുകയാണ് ആളുടെ വിചാരം. പിന്നെ ആൾക്ക് മനസ്സിലായി ഞാൻ ആളെ ഇട്ടിട്ട് പോകുക. പിന്നെ രക്ഷയില്ല, ഭയങ്കര അലമ്പായിരുന്നു. പിന്നെ ഞാൻ അംഗനവാടിയിലേക്ക് കൊണ്ടുപോയിട്ട് ഒരു വിധത്തിൽ ഞാൻ സ്കൂട്ടായി പോകുന്നു. അപ്പോൾ ഇത് നമ്മുടെ ഇവിടെ ഇന്നലെ മഴയത്ത് ഒടിഞ്ഞു പോയ മുരിങ്ങയുടെ കോല കേട്ടോ. അതുകൊണ്ട് മുരിങ്ങയുടെ ആ തണ്ടാണ്, അത് മൊത്തം ഒടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അതിന് കുറേ നമ്മൾ പൂവൊക്കെ എടുത്ത്. ഇവിടുത്തെ കോഴിക്കൊന്നും ഒരു അനുസരണയില്ല. അപ്പോൾ ഇതാണ് ആൻറ്റിയുടെ ചെറിയൊരു പച്ചക്കറി മിനി തോട്ടം. അപ്പോൾ അതിൽ കുറച്ച് തക്കാളിയും കുറച്ച് ബീൻസൊക്കെ നിൽപ്പുണ്ട്. കുഞ്ഞു ടൈപ്പ് ബീൻസ് കേട്ടോ. ഇത് ഈ മൂടി സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന സാധനമാണ് പൊട്ടറ്റോ അഥവാ ഉരുളക്കിഴങ്ങ്. അത് എപ്പോഴുണ്ടായി വരുന്നൊന്നും അറിയത്തില്ല കേട്ടോ. ഇത് അടിപൊളി ഒരു സാധനം കേട്ടോ. ഇതൊരു മരം പോലെ ഇരിക്കുന്ന ഒരു സാധനമാണ്. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. നമ്മുടെ ഈ കൊന്നപ്പൂ ഇല്ലേ, കൊന്നപ്പൂ പോലെ ഇങ്ങനെ തൂങ്ങി കിടക്കും. വൈറ്റ് കളറാണ് ഇതിൻ്റെ പൂവ്. ഇതിൻ്റെ തൈ ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഫുൾ വ്യൂ. സൂപ്പറാണ്, നല്ല മണമുണ്ട് ഈ പൂവിന്. ഇത് നമ്മുടെ തൈ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇവർ തൈ വിൽക്കുന്നുമുണ്ട്. അപ്പോൾ ആവശ്യമുള്ളത് ജസ്റ്റ് ഒന്ന് നമുക്ക് അടിയിൽ DM ചെയ്താൽ മതി കേട്ടോ. പിന്നെ ഇവിടെ കുറേ ചാമ്പങ്ങ ഉണ്ട് കേട്ടോ. എനിക്ക് എന്താണെന്നറിയില്ല, ഈ ചാമ്പങ്ങ എന്ന് പറഞ്ഞാൽ ഭയങ്കര കൊതിയോ പ്രാന്തോ എന്താണെന്നറിയില്ല. അവിടെ ഉണ്ടാകുന്ന ചാമ്പങ്ങ മുഴുവൻ പറിച്ചെടുത്തു. അത് പറിച്ച് തിന്ന് കഴിഞ്ഞപ്പോൾ ഒരു സമാധാനമായത്. അതുപോലെ തന്നെ ആൻറ്റിക്ക് വീട്ടിൽ കുറേ ഫ്ലവേഴ്സൊക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ അടുത്ത പ്രാവശ്യം ഇടാം. അപ്പോൾ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ബാക്കി വീഡിയോസൊക്കെ ചാനലിൽ കയറി നോക്കാം. അപ്പോൾ